ജ്ഞാനപ്പാന പൂന്താനം കൃതി. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. ഗുരുനാഥൻ തുണ ചെയ്ക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും. പിരിയാതെയിരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. ഇന്നലെയോളമെന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയുമെന്തെന്നറിഞ്ഞില്ല. ഇന്നി കണ്ട തടിക്കു വിനാശവു, മിന്ന നേരമെന്നിതുമറിഞ്ഞില്ല. കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പു കേറ്റുന്നതും ഭവാൻ. കണ്ടാലൊട്ടറിയുന്നു ചിലരിതു, കണ്ടാലും തിരിയാ ചിലർക്കേതുമേ. കണ്ടതൊന്നുമേ സത്യമല്ലെന്നതു മുമ്പേ കണ്ടിട്ടറിയുന്നിതു ചിലർ. മനുജാതിയിൽ തന്നെ പലവിധം, മനസ്സിനു വിശേഷമുണ്ടോർക്കണം. പലർക്കുമറിയണമെന്നിട്ടല്ലോ പല ജാതി പറയുന്നു ശാസ്ത്രങ്ങൾ. കർമ്മത്തിലധികാരി ജനങ്ങൾക്കു കർമ്മശാസ്ത്രങ്ങളുണ്ടു പലവിധം. സാഖ്യശാസ്ത്രങ്ങൾ, യോഗങ്ങൾ എന്നിവ സംഖ്യയില്ലതു നിൽക്കട്ടെ സർവവും. ചുഴന്നിടുന്ന സംസാര ചക്രത്തിലുഴന്നിടും നമുക്കറിഞ്ഞിടുവാൻ. അറിവുള്ള മഹത്തുക്കളുണ്ടൊരു പരമാർത്ഥമരുൾ ചെയ്തിരിക്കുന്നു. എളുതായിട്ടു മുക്തി ലഭിപ്പാനായി ചെവി തന്നിതു കേൾപ്പിന്നെല്ലാവരും. നമ്മയൊക്കെയും ബന്ധിച്ച സാധനം കർമ്മമെന്നറിയേണ്ടതു മുമ്പിനാൽ. മുന്നമിക്കണ്ട വിശ്വമശേഷവും ഒന്നായുള്ളൊരു ജ്യോതി സ്വരൂപമായി. ഒന്നും ചെന്നങ്ങു തന്നോടു പറ്റാതെ, ഒന്നിനും ചെന്നു താനും വലയാതെ, ഒന്നൊന്നായി നിനയ്ക്കും ജനങ്ങൾക്കു ഒന്നു കൊണ്ടറിവാകുന്ന വസ്തുവായി. ഒന്നിലുമറിയാത്ത ജനങ്ങൾക്കു ഒന്നുകൊണ്ടും തിരിയാത്ത വസ്തുവായി. ഒന്നുപോലെയൊന്നില്ലാതെയുള്ളതിനൊന്നായുള്ളൊരു ജീവസ്വരൂപമായി. ഒന്നിലുമൊരു ബന്ധമില്ലാതെയായി നിന്നവൻ തന്നെ വിശ്വം ചമച്ചുപോൽ. മൂന്നുമൊന്നിലടങ്ങുന്നു പിന്നെയും ഒന്നുമില്ല പോൽ വിശ്വമനേരത്ത്. ഒന്നുകൊണ്ടു ചമച്ചൊരു വിശ്വത്തിൽ മൂന്നായിട്ടുള്ള കർമ്മങ്ങളൊക്കെയും. പുണ്യകർമ്മങ്ങൾ പാപകർമ്മങ്ങളും, പുണ്യപാപങ്ങൾ മിശ്രമം കർമ്മവും. 3 ജാതി നിരൂപിച്ചു കാണുമ്പോൾ 3 കൊണ്ടും തളയ്ക്കുന്നു ജീവനെ. പൊന്നിൻ ചങ്ങലയൊന്നിപ്പറഞ്ഞതിലൊന്നിരുമ്പു കൊണ്ടെന്നത്രേ ഭേദങ്ങൾ. 2-4 പണി ചെയ്ത ചങ്ങലയല്ലോ മിശ്രമം കർമ്മവും. ബ്രഹ്മവാദിയായി ചേറുമ്പോളം കർമ്മബദ്ധന്മാരെന്നതറിഞ്ഞാലും
ഭുവനങ്ങളെ സൃഷ്ടിക്ക എന്നതു ഭുവനാന്ത്യപ്രളയം കഴിവോളം കർമ്മപാശത്തെ ലംഘിക്ക എന്നതു ബ്രഹ്മാവിനുമെളുതല്ല നിർണയം. ദിക്പാലന്മാരും ഔവണ്ണമോരോരോ ദിക്കുതോറും തളച്ചു കിടക്കുന്നു. അല്പകർമ്മികളാകിയ നാമെല്ലാം അല്പകാലം കൊണ്ടോരോരോ ജന്തുക്കൾ ഗർഭപാത്രത്തിൽ പുക്കും പുറപ്പെട്ടും കർമ്മം കൊണ്ടു കളിക്കുന്നതിങ്ങനെ. നരകത്തിൽ കിടക്കുന്ന ജീവൻ പോയി ദുരിതങ്ങളൊടുങ്ങി മനസ്സിൻ്റെ പരിപാകവും വന്നു ക്രമത്താലേ നരജാതിയിൽ വന്നു പിറന്നിട്ടു. സുകൃതം ചെയ്തു മേൽപോട്ടു പോയവർ സുഖിച്ചിടുന്നു സത്യലോകത്തോളം. സൽക്കർമ്മം കൊണ്ടു മേൽപോട്ടു പോയവർ സ്വർഗത്തിങ്കലിരുന്നു സുഖിക്കുന്നു. സുകൃതങ്ങളുമൊക്കെയൊടുങ്ങുമ്പോൾ പരിപാകവുമെള്ളോളമില്ലവർ. പരിചോടങ്ങിരുന്നിട്ടു ഭൂമിയിൽ ജാതരായി ദുരിതം ചെയ്തു ചത്തവർ വന്നൊരു ദുരിതത്തിൻ ഫലമായി പിന്നെ പോയി നരകങ്ങളിൽ വീഴുന്നു. സുരലോകത്തിൽ നിന്നൊരു ജീവൻ പോയി നരലോകെ മഹീസുരനാകുന്നു. ചണ്ഡകർമ്മങ്ങൾ ചെയ്തവൻ ചാകുമ്പോൾ ചണ്ഡാലകുലത്തിങ്കൽ പിറക്കുന്നു. അസുരന്മാർ സൂരന്മാരായിടുന്നു, അമരന്മാർ മരങ്ങളായിടുന്നു. അജം ചത്തു ഗജമായി പിറക്കുന്നു, ഗജം ചത്തങ്ങജവുമായിടുന്നു. നരി ചത്തു നരനായി പിറക്കുന്നു, നാരി ചത്തുടനോരിയായി പോകുന്നു. കൃപ കൂടാതെ പീഡിപ്പിച്ചിടുന്ന നൃപൻ ചത്തു കൃമിയായി പിറക്കുന്നു. ഈച്ച ചത്തൊരു പൂച്ചയായിടുന്നു. ഈശ്വരൻ്റെ വിലാസങ്ങളിങ്ങനെ. കീഴ്മേലിങ്ങനെ മണ്ടുന്ന ജീവന്മാർ ഭൂമിയിന്നത്രേ നേടുന്നു കർമ്മങ്ങൾ. സീമയില്ലാതോളം പല കർമ്മങ്ങൾ ഭൂമിയിന്നത്രേ നേടുന്നു ജീവന്മാർ. അങ്ങനെ ചെയ്തു നേടി മരിച്ചുടൻ അന്യലോകങ്ങളോരോന്നിലോരോന്നിൽ ചെന്നിരുന്നു ഭുജിക്കുന്നു ജീവന്മാർ തങ്ങൾ ചെയ്തൊരു കർമ്മങ്ങൾ തൻ ഫലം. ഒടുങ്ങിടുമ തൊട്ടു നാൾ ചെല്ലുമ്പോൾ ഉടനെ വന്നു നേടുന്നു പിന്നെയും തൻ്റെ ഗൃഹത്തിങ്കൽ നിന്നുടൻ കൊണ്ടുപോന്ന ധനം കൊണ്ടു നാമെല്ലാം മറ്റെങ്ങാനുമൊരിടത്തിരുന്നിട്ടു വിറ്റുണെന്നു പറയും കണക്കിനെ. കർമ്മങ്ങൾക്കു വിളഭൂമിയാക്കിയ ജന്മദേശമീ ഭൂമി അറിഞ്ഞാലും കർമ്മനാശം വരുത്തേണമെങ്കിലും ചെമ്മേ മറ്റെങ്ങും സാധിയ നിർണയം. ഭക്തന്മാർക്കും മുമുക്ഷു ജനങ്ങൾക്കും സക്തരായ വിഷയീ ജനങ്ങൾക്കും ഇച്ഛിച്ചിടുന്നതൊക്കെ കൊടുത്തിടും വിശ്വമാതാവു ഭൂമി ശിവ ശിവ. വിശ്വനാഥൻ്റെ മൂലപ്രകൃതി താൻ പ്രത്യക്ഷേണ വിളങ്ങുന്നു ഭൂമിയായി. അവനീ തലപാലനത്തിനല്ലോ അവതാരങ്ങളും പലതോർക്കുമ്പോൾ അതുകൊണ്ടു വിശേഷിച്ചും ഭൂലോകം 14 ഉത്തമമെന്നല്ലോ വേദവാദികളായ മുനികളും വേദവും ബഹുമാനിച്ചു ചൊല്ലുന്നു. ലവണാംബുധി മധ്യേ വിളങ്ങുന്ന ജംബുദ്വീപൊരു യോജന ലക്ഷവും സപ്തദ്വീപുകളുണ്ടതിലെത്രയും ഉത്തമമെന്നു വാഴ്ത്തുന്നു പിന്നെയും. ഭൂപത്മത്തിനു കർണികയായിട്ടു
ഭൂധരേന്ദ്ര നദിയിലല്ലോ നിൽക്കുന്നു. ഇതിലൊമ്പതു ഖണ്ഡങ്ങളുണ്ടല്ലോ. അതിലുത്തമം ഭാരത ഭൂതലം. സമ്മതരായ മാമുനി ശ്രേഷ്ഠന്മാർ കർമ്മക്ഷേത്രമെന്നല്ലോ പറയുന്നു. കർമ്മബീജമതീന്നു മുളയ്ക്കേണ്ടു ബ്രഹ്മലോകത്തിരിക്കുന്നവർകൾക്കും. കർമ്മബീജം വരട്ടിക്കളഞ്ഞുടൻ ജന്മനാശം വരുത്തേണമെങ്കിലും ഭാരതമായ ഖണ്ഡമൊഴിഞ്ഞുള്ള പാരിലെങ്ങുമെളുതല്ല നിർണയം. അത്ര മുഖ്യമായുള്ളൊരു ഭാരതമിപ്രദേശമെന്നെല്ലാരും ഓർക്കണം. യുഗം നാലിലും നല്ലു കലിയുഗം. സുഖമേ തന്നെ മുക്തി വരുത്തുവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ രാമ എന്നിങ്ങനെ തിരുനാമ സങ്കീർത്തനമെന്നിയേ. മറ്റില്ലേതുമേ യത്നമറിഞ്ഞാലും അതു ചിന്തിച്ചു മറ്റുള്ള ലോകങ്ങൾ 13 ജനങ്ങളും മറ്റു ദ്വീപുകളാറിലുമുള്ളോരും മറ്റു ഖണ്ഡങ്ങൾ 8 മറ്റു 3 യുഗങ്ങളിലുള്ളോരും മുക്തി തങ്ങൾക്കു സാധ്യമല്ലായ്കയാൽ കലികാലത്തെ ഭാരതഖണ്ഡത്തെ കലിതാദരം കൈവണങ്ങിയിടുന്നു. അതിൽ വന്നൊരു പുല്ലായിട്ടെങ്കിലും ഇതു കാലം ജനിച്ചു കൊണ്ടിടുവാൻ യോഗ്യത വരുത്തിയിടുവാൻ തക്കൊരു ഭാഗ്യം പോരാതെ പോയല്ലോ ദൈവമേ. ഭാരതഖണ്ഡത്തിങ്കൽ പിറന്നൊരു മാനുഷർക്കും കലിക്കും നമസ്കാരം എന്നെല്ലാം പുകഴ്ത്തിയിടുന്നു മറ്റുള്ളോർ എന്നതെന്തിനു നാം പറഞ്ഞിടുന്നു. കാലമിന്നു കലിയുഗമല്ലയോ, ഭാരതമിപ്രദേശവുമല്ലയോ. നമ്മളെല്ലാം നരന്മാരുമല്ലയോ. ചെമ്മേ നന്നായി നിരൂപിപ്പിനെല്ലാരും. ഹരിനാമങ്ങളില്ലാതെ പോകയോ, നരകങ്ങളിൽ പേടി കൂറകയോ. നാവു കൂടാതെ ജന്മമതാകയോ, നമുക്കിന്നി വിനാശമില്ലായ്കയോ. കഷ്ടം കഷ്ടം നിരൂപണം കൂടാതെ ചുട്ടു തിന്നുന്നു ജന്മം പഴുതേ നാം. എത്ര ജന്മം പ്രയാസപ്പെട്ടിക്കാലം അത്ര വന്നു പിറന്നു സുകൃതത്താൽ. എത്ര ജന്മം മലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മം ജലത്തിൽ കഴിഞ്ഞതും. എത്ര ജന്മങ്ങൾ മണ്ണിൽ കഴിഞ്ഞതും എത്ര ജന്മം മരങ്ങളായി നിന്നതും. എത്ര ജന്മം മരിച്ചു നടന്നതും എത്ര ജന്മം മൃഗങ്ങൾ പശുക്കളായി. അതു വന്നിട്ടീ വണ്ണം ലഭിച്ചൊരു മർത്യജന്മത്തിൻ മുമ്പേ കഴിച്ചു നാം. എത്രയും പണിപ്പെട്ടിങ്ങു മാതാവിൻ ഗർഭപാത്രത്തിൽ വീണതറിഞ്ഞാലും 10 മാസം വയറ്റിൽ കഴിഞ്ഞുപോയി 10-12 പോയി. തന്നെത്താൻ അഭിമാനിച്ചു പിന്നേടം തന്നെത്താൻ അറിയാതെ കഴിയുന്നു. ഇത്ര കാലമിരിക്കുമിനിയെന്നും സത്യമോ നമുക്കേതുമൊന്നില്ലല്ലോ. നീർപ്പോള പോലെയുള്ളൊരു ദേഹത്തിൽ വീർപ്പു മാത്രമുണ്ടിങ്ങനെ കാണുന്നു. ഓർത്തറിയാതെ പാടുപെടുന്നേരം നേർത്തു പോകുമതെന്നേ പറയാവൂ. അത്രമാത്രമിരിക്കുന്ന നേരത്തു കീർത്തിച്ചിടുന്നതില്ല തിരുനാമം. സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നിതു ചിലർ. മതമത്സരം ചിന്തിച്ചു മതി കെട്ടു നടക്കുന്നിതു ചിലർ. ചഞ്ചലാക്ഷിമാർ വീടുകളിൽ പൂക്കു കുഞ്ചിരാമനായാടുന്നിതു ചിലർ.
കോലകങ്ങളിൽ സേവകരായിട്ടു കോലം കെട്ടി ഞെളിയുന്നിതു ചിലർ. ശാന്തി ചെയ്തു പുലർത്തുവാനായിട്ടു സന്ധ്യയോളം നടക്കുന്നിതു ചിലർ. അമ്മയ്ക്കും പുനരച്ഛനും ഭാര്യയ്ക്കും ഉണ്മാൻ പോലും കൊടുക്കുന്നില്ല ചിലർ. അഗ്നിസാക്ഷിണിയായൊരു പത്നിയെ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല ചിലർ. സത്തുക്കൾ കണ്ടു ശിക്ഷിച്ചു ചൊല്ലുമ്പോൾ ശത്രുവെ പോലെ ക്രുദ്ധിക്കുന്നു ചിലർ. വന്ദിതന്മാരെ കാണുന്ന നേരത്തു നിന്ദിച്ചത്രേ പറയുന്നിതു ചിലർ. കാൺക നമ്മുടെ സംസാരം കൊണ്ടത്രേ വിശ്വമീ വണ്ണം നിൽപ്പുവെന്നും ചിലർ. ബ്രാഹ്മണ്യം കൊണ്ടു കുന്തിച്ചു കുന്തിച്ചു ബ്രഹ്മവുമെനിക്കൊക്കായെന്നും ചിലർ. അർത്ഥാശയ്ക്കു വിരുതു വിളിപ്പിപ്പാൻ അഗ്നിഹോത്രാദി ചെയ്യുന്നിതു ചിലർ. സ്വർണങ്ങൾ നവരത്നങ്ങളെ കൊണ്ടും എണ്ണം കൂടാതെ വിൽക്കുന്നിതു ചിലർ. മത്തേഭം കൊണ്ടു കച്ചവടം ചെയ്തു ഉത്തമ തുരകങ്ങളതു കൊണ്ടും. അത്രയുമല്ല, കപ്പൽ വെപ്പിച്ചിട്ടു മെത്ര നേടുന്നിതർത്ഥം ശിവ ശിവ. വൃത്തിയും കെട്ടു ധൂർത്തരായെപ്പോഴും അർത്ഥത്തെ കൊതിച്ചത്രേ നശിക്കുന്നു. അർത്ഥമെത്ര വളരെയുണ്ടായാലും തൃപ്തിയാകാ മനസ്സിനൊരു കാലം. 10 കിട്ടുകിൽ 100 മതിയെന്നും 100 സഹസ്രം മതിയെന്നും. 1000 പണം കയ്യിലുണ്ടാകുമ്പോൾ ആയുധമാകിലാശ്ചര്യമെന്നതും. ആശയായുള്ള പാശമതിങ്കേന്നു വേർവിടാതെ കരേറുന്നു മേൽക്കുമേൽ. സത്തുക്കൾ ചെന്നിരുന്നാലായർത്ഥത്തിൽ സ്വൽപ്പമാത്രം കോടാ ചില ദുഷ്ടന്മാർ. ചത്തുപോം നേരം വസ്ത്രമതുപോലും ഒത്തിടാ കൊണ്ടു പോവാനൊരുത്തർക്കും പശ്ചാത്താപമൊരെള്ളോളമില്ലാതെ വിശ്വാസപാതകത്തെ കരുതുന്നു. വിത്തത്തിലാശ പറ്റുക ഹേതുവായി സത്യത്തെ ത്യജിക്കുന്നു ചിലരഹോ. സത്യമെന്നതു ബ്രഹ്മമതു തന്നെ സത്യമെന്നു കരുതുന്നു സത്തുക്കൾ. വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാനെന്നു നടിക്കുന്നിതു ചിലർ. കുങ്കുമത്തിൻ്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദ്ധവം. കൃഷ്ണ കൃഷ്ണ നിരൂപിച്ചു കാണുമ്പോൾ തൃഷ്ണ കൊണ്ടേ ഭ്രമിക്കുന്നിതൊക്കെയും. എണ്ണി എണ്ണി കുറയുന്നിതായുസ്സും മണ്ടി മണ്ടിക്കരേറുന്നു മോഹവും. വന്നു ഓണം കഴിഞ്ഞു വിഷുവെന്നും വന്നില്ലല്ലോ തിരുവാതിരയെന്നും. കുംഭമാസത്തിലാകുന്നു നമ്മുടെ ജന്മനക്ഷത്രമശ്വതി നാളെന്നും. ശ്രാദ്ധമുണ്ടഹോ വൃശ്ചിക മാസത്തിൽ സദ്യയൊന്നു മേളുതല്ലിനിയെന്നും. ഉണ്ണിയുണ്ടായി വേൾപ്പിച്ചതിലൊരു ഉണ്ണിയുണ്ടായി കണ്ടാവു ഞാനെന്നും. കോണിക്കൽ തന്നെ വന്ന നിലമിനി കാണമന്നെടുപ്പിക്കരുതെന്നും. ഇത്തമോരോന്നു ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാവം ശിവ ശിവ. എന്തിനിത്ര പറഞ്ഞു വിശേഷിച്ചും ചിന്തിച്ചിടുവിനാവോളമെല്ലാരും. കർമ്മത്തിൻ്റെ വലിപ്പവും ഓരോരോ ജന്മങ്ങൾ പലതും കഴിഞ്ഞെന്നതും. കാലമിന്നു കലിയുഗമായതും ഭാരതഖണ്ഡത്തിൻ്റെ വലിപ്പവും. അതിൽ വന്നു പിറന്നതുമെത്ര നാൾ പഴുതേ തന്നെ പോയ പ്രകാരവും. ആയുസിൻ്റെ പ്രമാണമില്ലാത്തതും ആരോഗ്യത്തോടിരിക്കുന്ന അവസ്ഥയും. ഇന്നു നാമസങ്കീർത്തനം കൊണ്ടുടൻ വന്നുകൂടും പുരുഷാർത്ഥമെന്നതും.
ഇനിയുള്ള നരകഭയങ്ങളും ഇന്നു വേണ്ടും നിരൂപണമൊക്കെയും. എന്തിനു വൃഥാ കാലം കളയുന്നു, വൈകുണ്ഠത്തിനു പൊയ്ക്കൊള്ളുവിനെല്ലാരും. കൂടിയല്ല പിറക്കുന്ന നേരത്ത്, കൂടിയല്ല മരിക്കുന്ന നേരത്ത്, മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത്, മത്സരിക്കുന്നതെന്തിനു നാം വൃഥാ. അർത്ഥമോ പുരുഷാർത്ഥമിരിക്കവേ, അർത്ഥത്തിനു കൊതിക്കുന്നതെന്തു നാം. മധ്യാഹ്നർക്കപ്രകാശമിരിക്കവേ, ഖദ്യോതത്തെയോ മാനിച്ചു കൊള്ളേണ്ടു. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ, ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി. മിത്രങ്ങൾ നമുക്കെത്ര ശിവ ശിവ, വിഷ്ണുഭക്തന്മാരില്ലേ ഭുവനത്തിൽ. മായ കാട്ടും വിലാസങ്ങൾ കാണുമ്പോൾ, ജായ കാട്ടും വിലാസങ്ങൾ ഗോഷ്ഠികൾ. ഭുവനത്തിലെ ഭൂതികളൊക്കെയും, ഭുവനം നമുക്കായതിതു തന്നെ. വിശ്വനാഥൻ പിതാവു നമുക്കെല്ലാം, വിശ്വധാത്രി ചരാചര മാതാവും. അച്ഛനും പുനരമ്മയുമുണ്ടല്ലോ, രക്ഷിച്ചിടുവാനുള്ള നാളൊക്കെയും. ഭിക്ഷാനം നല്ലൊരന്നവുമുണ്ടല്ലോ, ഭക്ഷിച്ചിടുക തന്നെ പണിയുള്ളൂ. ശക്തി കൂടാതെ നാമങ്ങളെപ്പോഴും, ഭക്തി പൂണ്ടു ജപിക്കണം നമ്മുടെ. സിദ്ധകാലം കഴിവോളം ഈ വണ്ണം, ശ്രദ്ധയോടെ വസിക്കണമേവരും. കാണാകുന്ന ചരാചര ജീവിയെ, നാണം കൈവിട്ടു കൂപ്പി സ്തുതിക്കണം. ഹരിശാസ്ത്രു പരിപ്ലൂതനായിട്ടു, പരുഷാദികളൊക്കെ സഹിച്ചുടൻ. സജ്ജനങ്ങളെ കാണുന്ന നേരത്ത്, ലജ്ജ കൂടാതെ വീണു നമിക്കണം. ഭക്തി തന്നിൽ മുഴുകി ചമഞ്ഞുടൻ, മത്തനെ പോലെ നൃത്തം കുതിക്കണം. പാരിലിങ്ങനെ സഞ്ചരിച്ചിടുമ്പോൾ, പ്രാരബ്ധങ്ങളശേഷമൊഴിഞ്ഞിടും. വിധിച്ചിടുന്ന കർമ്മമൊടുങ്ങുമ്പോൾ, പതിച്ചിടുന്നു ദേഹമൊരിടത്ത്. കൊതിച്ചിടുന്ന ബ്രഹ്മത്തെ കണ്ടിട്ടു, കുതിച്ചിടുന്നു ജീവനും അപ്പോഴേ. ശക്തി വേറിട്ടു സഞ്ചരിച്ചിടുമ്പോൾ, പാത്രമായില്ല എന്നതു കൊണ്ടേതും. പരിതാപം മനസ്സിൽ മുഴുക്കേണ്ട, തിരുനാമത്തിൻ മാഹാത്മ്യം കേട്ടാലും. ജാതി പാർക്കിലോരന്ത്യജനാകിലും, വേദവാദി മഹീസുരനാകിലും. നാവു കൂടാതെ ജാതന്മാരാകിയ, മൂക്കരെയങ്ങൊഴിച്ചുള്ള മാനുഷർ. എണ്ണമറ്റ തിരുനാമമുള്ളതിൽ, ഒന്നു മാത്രമൊരിക്കലൊരു ദിനം. സ്വസ്ഥനായിട്ടിരിക്കുമ്പോഴെങ്കിലും, സ്വപ്നത്തിൽ താനറിയാതെയെങ്കിലും. മറ്റൊന്നായി പരിഹസിച്ചെങ്കിലും, മറ്റൊരുത്തർക്കു വേണ്ടിയെന്നാകിലും. ഏതു ദിക്കിലിരിക്കിലും തന്നെ, നാവു കൊണ്ടിതു ചൊല്ലിയെന്നാകിലും. അതുമല്ലൊരു നേരമൊരു ദിനം, ചെവി കൊണ്ടിതു കേട്ടുവെന്നാകിലും. ജന്മസാഫല്യം അപ്പോഴേ വന്നുപോയി, ബ്രഹ്മസായുജ്യം കിട്ടിയിടുമെന്നല്ലോ. ശ്രീധരാചാര്യൻ താനും പറഞ്ഞിതു, ബാദരായണൻ താനും അരുൾ ചെയ്തു. ഗീതയും പറഞ്ഞിടുന്നതിങ്ങനെ, വേദവും ബഹുമാനിച്ചു ചൊല്ലുന്നു. ആമോദം പൂണ്ടു ചൊല്ലുവിൻ നാമങ്ങൾ, ആനന്ദം പൂണ്ടു ബ്രഹ്മത്തിൽ ചേരുവാൻ. മതിയുണ്ടെങ്കിലൊക്കെ മതിയിതു, തിരുനാമത്തിൻ മാഹാത്മ്യമാമിതു. പിഴയാകിലും പിഴകേടെന്നാകിലും, തിരുവുള്ളമരുൾക ഭഗവാനേ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന,
കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.